മനുഷ്യന് തെറ്റ് പറ്റും. പക്ഷേ എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് നിങ്ങൾ അറിയണം. തെറ്റ് മനസ്സിലാക്കുന്നതിൽ നിന്ന് പശ്ചാത്താപമുണ്ടാകുന്നു. പശ്ചാത്താപം കൊണ്ട് പരിശുദ്ധത കൈവരും. പശ്ചാത്താപത്തിൻ്റെ കണ്ണീര് പരമപാവനമാണ്. മാത ചരണം ശരണം രമാംബികെ, ചരണം ശരണം ത്രയംബകെ. ലഘുലേഖ 69. 1974 ഓഗസ്റ്റ് മാസം 25 ഞായറാഴ്ച അമ്മ നടത്തിയ പ്രഭാഷണത്തിൻ്റെ പ്രശസ്ത ഭാഗങ്ങൾ. കരിമുകിലുകളകന്ന ആകാശം പ്രസന്നമായി. സൂര്യപ്രകാശം ഹൃദയങ്ങളെ ഉത്സാഹപൂർണമാക്കിയതോടെ അതീവ ഹൃദ്യമായ ഒരു കാലാവസ്ഥയെ ശക്തിനഗർ ആസ്വദിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. നിശാവേലകൾ ധ്യാനത്തിന് ഏറ്റവും അനുകൂലമാം വിധം കുളിർമയറ്റതും ഹൃദയവുമായിരുന്നു. ഈശ്വരൻ്റെ തേജസ് എപ്പോഴും പ്രകടമായി പ്രകാശിക്കുന്ന ഇവിടെ പുലരുന്ന ഓരോ ദിവസവും പരിപാവനമാണ്. എങ്കിലും അമ്മയുടെ ദർശനാനുഗ്രഹം സിദ്ധിക്കുമെന്ന നിശ്ചയമുള്ള ഞായറാഴ്ച തന്നെയാണ് നമ്മുടെ ഉത്സവദിനം. നാം മുമ്പ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങളെയും ജീവിതത്തിൽ അനുഷ്ഠിക്കാനുള്ള പാവനധർമ്മങ്ങളെയും മനുഷ്യരാശിയുടെ ഭാഗാദേയത്തിൻ്റെ മുഹൂർത്തത്തെയും അനുസ്മരിപ്പിക്കുന്ന ദിവസമാണെന്ന്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന് ചേർന്നിട്ടുള്ളവരെ കൊണ്ട് നിറഞ്ഞ ഒരു സദസ്സിനെ കന്നഡ ഭാഷയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് ദിവ്യമാതാവ് ഇപ്രകാരം അരുൾ ചെയ്തു: ആചരണനീതി, സദാചാരനിഷ്ഠ, ധർമാനുഷ്ഠാനം, കർത്തവ്യപരായണത ഇവയുടെയൊക്കെ ലക്ഷ്യം ഈശ്വരാനുഭൂതിയാണ്. സാധനാനുഷ്ഠാനവും ധർമാചരണവും കൂടാതെ ഒരുവന് പരമാത്മാവിനെ പ്രാപിക്കുക സാധ്യമല്ല. ധർമാചരണത്തിന്, അതായത് സാൻമാർഗിക നിയമാനുഷ്ഠാനത്തിന് ജീവിതത്തിൽ പ്രമുഖമായ ഒരു സ്ഥാനമാണുള്ളത്. സകലരും ഈശ്വരവിശ്വാസികളാണ്. വളരെ പേർ ക്ഷേത്രങ്ങളിലും പുണ്യ സ്ഥലങ്ങളിലും സന്ദർശിക്കുന്നു. തപോധനന്മാരെയും ചെന്നു കാണുന്നു. പലർക്കും പ്രതിദിന പ്രാർത്ഥനയുടെ ഭാഗമായി ഏതെങ്കിലും രീതിയിലുള്ള അനുഷ്ഠാനം, അതായത് സാധനാനുഷ്ഠാനം എപ്പോഴും ഉണ്ടായിരിക്കും. എന്നാൽ ധർമാനുഷ്ഠാനത്തിനുള്ള ആത്മാർത്ഥതയും ആചരണശുദ്ധിയും മാർഗശുദ്ധിയെക്കുറിച്ച് ശ്രദ്ധയുമുള്ളവർ മാത്രമേ ഈശ്വരനെ അനുഭവിച്ചറിയുന്നുള്ളൂ. ഇവിടെയാണ് ധർമ്മത്തിൻ്റെ മഹത്വം അന്തർഭവിച്ചിരിക്കുന്നത്. ധർമ്മം ഒരുവനെ ആത്മീയമായി പുനരുജ്ജീവിപ്പിക്കുന്നു. അവൻ്റെ സഹജാവബോധത്തെ പുനഃസ്ഥാപിക്കുന്നു. അത് അവനെ സംരക്ഷിക്കും, നിലനിർത്തും, സംശുദ്ധമാക്കും, സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കും. എന്തെന്നാൽ ധർമ്മം പ്രവൃത്തി രൂപത്തിലുള്ള സത്യ തേജസ്സാണ്. സർവശക്തിയോടും കൂടിയതാണ് സത്യം. അതിനാൽ ധർമ്മത്തിൻ്റെ ശക്തി സത്യസ്വരൂപനായ ഈശ്വരൻ്റെ ശക്തി തന്നെയാണ്. ധർമ്മബോധവും സത്യജ്ഞാനവും നിങ്ങളിൽ തന്നെയുണ്ട്. അവ സുപ്തമായി വർത്തിക്കുന്നു എന്ന് മാത്രം. ലൗകിക പ്രവണതകളാകുന്ന വാസനകളാൽ അവ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവയെ പ്രബുദ്ധമാക്കണം. അപ്പോൾ ജീവിതം ആത്മീയ തേജസ്സിനാൽ ഉജ്ജ്വലമാകും. അത്തരത്തിലുള്ള ഒരു ജീവിതം തന്നെ മഹത്തായ ഒരു സന്ദേശമാണ്. മനുഷ്യരാശിക്ക് മാർഗദീപവുമാണ്. സാൻമാർഗിക തീവ്രത ഇല്ലെങ്കിൽ ബുദ്ധിക്ക് തിളക്കമോ ഭക്തിയിൽ ഉയർച്ചയോ ധ്യാനത്തിൽ പുരോഗതിയോ ലഭിക്കുകയില്ല. പരിശുദ്ധരാകാൻ ദൃഢനിശ്ചയം ചെയ്യുക. ഇതാണ് ഏറ്റവും മഹത്തായ പ്രതിജ്ഞ. നിങ്ങൾ എവിടെ കഴിയുന്നു എന്നതോ ഏത് ജോലി നിർവഹിക്കുന്നു എന്നതോ
ഏതാശ്രമമാണ് അംഗീകരിച്ചിരിക്കുന്നത് എന്നതോ ഈശ്വരാന്വേഷണത്തിന് ഏത് മാർഗമാണ് സ്വീകരിച്ചതെന്നതോ ഒരു കാര്യമായ പ്രശ്നമല്ല. നിങ്ങൾ ധർമ്മത്തിൽ ഉറച്ചു നിന്നാൽ മതി, ഈശ്വരോന്മുഖമായി പുരോഗമിച്ചുകൊള്ളും. സന്യാസിയോ ഗൃഹസ്ഥാശ്രമിയോ ആരായാലും ശരി, അയാൾ ഗ്രഹത്തിലോ ഹിമാലയത്തിലോ എവിടെ തന്നെ കഴിയുകയാണെങ്കിലും ശരി, പ്രശ്നം സൃഷ്ടിക്കുന്നത് അയാളുടെ മനസ്സാണ്. ഗുഹാന്തർഭാഗത്ത് ഒളിച്ചിരുന്നതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് കരുതണ്ട. കർമ്മനിരതമായ ലോകജീവിതം നയിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നത്തോടുള്ള പോരാട്ടത്തിൽ പരാജയപ്പെടുകയുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ, ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചു തന്നെ തീരണം. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അത് ഇപ്പോൾ തന്നെ ആയിക്കൂടാ? മനസ്സ് തന്നെയാണ് പ്രശ്നം. ഈ പ്രശ്നത്തിനുള്ള ഏക പോകും വഴി ഈശ്വര സാക്ഷാത്കാരം മാത്രമാണ്. ഇന്ദ്രിയ സുഖങ്ങൾ ക്ഷണഭങ്കുരവും ലൗകികവുമാണെന്നറിഞ്ഞു കഴിഞ്ഞിട്ടും മനസ്സ് സ്വയം അവയുടെ പിന്നാലെ പാഞ്ഞു നടക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനു കാരണം അതേപ്പറ്റിയുള്ള അറിവ് ഭൗതികമായ സിദ്ധാന്തത്തെയും ബുദ്ധിയെയും മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ആ അറിവ് ഹൃദയത്തിൽ നിന്ന് ആവിർഭവിച്ചതല്ലാത്തത് കൊണ്ടാണ്. അത് സത്യവസ്തുവിൽ അധിഷ്ഠിതമല്ല. അത് ഒരുവൻ്റെ വിശ്വാസത്തെയും സ്വഭാവത്തെയും ആചരണത്തെയും ശരിയായി നയിക്കുന്നതിന് പര്യാപ്തമല്ല. ഈശ്വരഭക്തി, വിഷയങ്ങളോടുള്ള വൈരാഗ്യം, സ്ഥായിയായ സാൻമാർഗിക ബോധം ഇവയിൽ നിന്ന് ആവിർഭവിക്കുന്ന ജ്ഞാനത്തിന് മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കാനും അതിനെ ഈശ്വരൻ്റെ നേർക്ക് നയിക്കാനും കഴിയുകയുള്ളൂ. ജ്ഞാനോദയത്തിൻ്റെ മുന്നോടിയായി ചില ലക്ഷണങ്ങളുണ്ട്. ആദ്യത്തെ ലക്ഷണം വിനയമാണ്. അതിനെ തുടർന്ന് ഈശ്വരഭീതി, പിന്നീട് സാൻമാർഗികതയോടുള്ള ആത്മാർത്ഥത, അതായത് സ്വന്തം കർമ്മങ്ങൾ വിശുദ്ധീകരിക്കാനുള്ള ആഗ്രഹം. ഇവ ആവിർഭവിക്കും. ഈ ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിൽ ഒരുവൻ ജ്ഞാനലബ്ധിയിൽ നിന്ന് വളരെ അകലെയാണ് വർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ജ്ഞാനമെന്ന പേരിൽ ഇപ്പോൾ ഘോഷയാത്ര നടത്തുന്നത് കടം വാങ്ങിയ ചിന്തകളാണ്, മനഃപ്പാടമാക്കിയ പദ്യശകലങ്ങളാണ്, പഠനം കൊണ്ട് നേടിയ വ്യുൽപ്പത്തിയാണ്. യഥാർത്ഥ ജ്ഞാനം ഇതല്ല. ഈശ്വരൻ സർവപ്രേമമാണ്, സർവകാരുണികനാണ്, അനുഗ്രഹദാതാവാണ്. പിന്നെ എന്തിനാണ് ഈശ്വരനെ ഭയപ്പെടുന്നതെന്ന് ചോദിക്കാം. പ്രേമബന്ധത്തിൽ ഭീതിക്ക് സ്ഥാനമില്ലെന്നുള്ള ശരി തന്നെ. പക്ഷേ നിങ്ങൾ ഈശ്വരനെ അത്യാഗാഢമായി, അതീവ തീവ്രമായി, അത്രയ്ക്ക് ഗാഢമായി പ്രേമിക്കുന്നുണ്ടോ? യഥാർത്ഥ പ്രേമിക്ക് ഭീതിയില്ല. ഈശ്വരനെയോ ഈശ്വര നിയമങ്ങളെയോ ഭയപ്പെടേണ്ട ആവശ്യം യഥാർത്ഥ പ്രേമിക്കില്ല. എന്തെന്നാൽ യഥാർത്ഥ പ്രേമത്തിൽ അഹന്തയില്ല. അയാളെ ഈശ്വരൻ സ്വന്തമാക്കിയിരിക്കുന്നു. ഈശ്വരൻ അയാളെ നയിക്കുന്നു. ഈശ്വര ഹസ്തങ്ങളിൽ അയാൾ ഒരു ഉപകരണം മാത്രമാണ്. അയാളിൽ ഈശ്വരൻ നിറഞ്ഞു വിളങ്ങുന്നു. തന്മൂലം തെറ്റും പാപവും ചെയ്യാൻ അയാൾക്ക് കഴിയുകയില്ല. എന്നാൽ കുട്ടികളെ, ഈ രീതിയിലുള്ള ഈശ്വരപ്രേമമാകട്ടെ കണ്ണീരിൽ കൂടിയും വൃഥാനുഷ്ഠാനത്തിൽ കൂടിയും തപശ്ചര്യ, കഠിനക്ലേശം എന്നിവകളിൽ കൂടിയും നേടിയെടുക്കേണ്ട ആധ്യാത്മിക സിദ്ധിയുടെ പരമകാഷ്ഠമാണ്. അതൊരു സാധനാവസ്ഥയല്ല, സകല സാധനകളുടെയും പരിണിത ഫലമാണ്. അത് ലക്ഷ്യത്തിലേക്കുള്ള മാർഗമല്ല, ലക്ഷ്യപ്രാപ്തി തന്നെയാണ്. അത് ജ്ഞാനസമ്പാദത്തിലേക്കുള്ള ഒരു ഘട്ടമല്ല, ജ്ഞാനത്തിൽ നിന്ന് ഉദിക്കുന്ന അനുഭൂതിയാണ്. ഈശ്വരപ്രേമമെന്ന ഈ അനുഗ്രഹീതാനുഭൂതിയുടെ ഉത്തുംഗ ശൃംഗത്തിലെത്തും വരേക്കും ഒരുവൻ മായയുടെ മണ്ഡലത്തിൽ തന്നെയായിരിക്കും കഴിയുക. അതുകൊണ്ട് അവൻ
ഈശ്വരനെ ഭയപ്പെടണം. ഈശ്വര ഭീതി എന്നാൽ സാൻമാർഗിക നിയമത്തോടുള്ള ഭീതി എന്നാണ് അർത്ഥം. ഇത് ധാർമ്മിക മൂല്യങ്ങളോടുള്ള ആദരവാണ്. മറ്റു ജീവന്മാരെ ആശ്രയിക്കുന്നത് നിഷ്പ്രയോജനമാണ്. വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ വൈക്കോൽ തുരുമ്പിനെ ആശ്രയിക്കുന്നത് പോലെയാണത്. ഒരു ജീവനും മറ്റൊരു ജീവനെ യഥാർത്ഥമായി പ്രേമിക്കാൻ കഴിവില്ല. സംസാരത്തിൽ നിന്ന് ഒരു ജീവന് മറ്റൊരു ജീവനെ മോചിപ്പിക്കാനും സാധ്യമല്ല. പ്രേമത്തിൻ്റെ പ്രത്യേകത സ്വാർത്ഥരാഹിത്യമാണ്. സ്വാർത്ഥതയുടെ കേന്ദ്രമാണ് അഹന്ത. ഇവ രണ്ടും എങ്ങനെ പൊരുത്തപ്പെടും? ജീവൻ അഹന്തയോട് അടുപ്പിക്കപ്പെട്ടിരിക്കുന്നു. തന്മൂലം ഒരുവന് മറ്റൊരുവനെ രക്ഷിക്കാനാവില്ല. ഈശ്വരൻ മാത്രമാണ് രക്ഷകൻ. ഈശ്വര സഹായവും ഗുരുവിൻ്റെ മാർഗനിർദ്ദേശവും കൂടാതെ ഗൃഹസ്ഥാശ്രമികളായ നിങ്ങൾക്ക് കർത്തവ്യങ്ങൾ നിർവഹിക്കാനോ ധർമ്മങ്ങൾ നിറവേറാനോ സാധനകൾ പരിശീലിക്കാനോ മമതാബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാനോ സാധ്യമല്ല. ജീവിതത്തിലെ എല്ലാ പരിതസ്ഥിതികളും സംജാതമാകുന്നത് പ്രാരബ്ധത്തിൻ്റെ പ്രേരണ കൊണ്ടാണ്. പ്രാരബ്ധം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ ധീരതയോടെ നേരിടുക. അമ്മ നിങ്ങളെ അഭ്യസിപ്പിച്ചിട്ടുള്ള ആധ്യാത്മിക സങ്കേതങ്ങളെ പ്രായോഗികമാക്കി ഇനിയും ഒരു ജന്മം സ്വീകരിക്കാൻ ഇടവരാത്ത മട്ടിൽ ജീവിതം നയിക്കുവിൻ. സകല പാപങ്ങളും വാസനകളും ഈശ്വരകൃപയാകുന്ന അഗ്നിയിൽ വെന്ത് വെണ്ണീറാകും. നിങ്ങളെല്ലാം ഗൃഹസ്ഥാശ്രമികളായതുകൊണ്ട് അമ്മയുടെ ഉപദേശങ്ങളിൽ ഭൂരിഭാഗവും ഗാർഹസ്ഥ്യത്തിൽ കഴിയുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. തൻ്റെ മാനസിക പ്രപഞ്ചത്തിൽ മാത്രം ദത്തശ്രദ്ധനാണ് സന്യാസി. സന്യാസിക്ക് ബാഹ്യപ്രപഞ്ചത്തിൽ പ്രവർത്തിക്കാനൊന്നുമില്ല. എന്നാൽ നിങ്ങൾക്കാകട്ടെ ഗാർഹിക ധർമ്മങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാമൂഹ്യ കടമകൾ നിർവഹിക്കാനുണ്ട്. നിങ്ങളുടെ സമയത്തിൻ്റെ ഏറിയ പങ്കും ലൗകിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കേണ്ടി വരും. നിങ്ങൾ കർത്തവ്യാനുഷ്ഠാനത്തെ ഈശ്വര സേവനത്തിനും ഈശ്വര സ്മരണയ്ക്കുമുള്ള ഉപാധിയായി മാറ്റണം. അങ്ങനെ ജീവിതവൃത്തിയെ ആധ്യാത്മിക സാധനയായി മാറ്റണം. സൽക്കർമ്മങ്ങൾ രാത്രം അനുഷ്ഠിക്കുക. നിങ്ങളെ പരിശുദ്ധരാക്കുന്നതും ഈശ്വരകാരുണ്യത്തിന് പാത്രമാകുന്നതുമായ കർമ്മങ്ങളാണ് സൽക്കർമ്മങ്ങൾ. ലോകത്തിലെ മിന്നുന്നതും മയക്കുന്നതുമായ കാര്യങ്ങളിൽ മനസ്സ് കുടുങ്ങിപ്പോകാൻ ഇട കൊടുക്കരുത്. പ്രവൃത്തി ഒരു പ്രതിബന്ധമല്ല. കുടുംബ വ്യവസ്ഥിതി നിങ്ങളെ ബന്ധിപ്പിക്കുന്നില്ല. നിങ്ങളുടെ തന്നെ വാസനകളും പ്രവൃത്തികളുമാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്നത്. കുടുംബ സംവിധാനമാകട്ടെ ശിക്ഷണത്തിനും വീക്ഷണത്തെ വിശാലമാക്കാനും മനസ്സിനെ വികസിപ്പിക്കാനും പ്രയോജനപ്പെടുത്തണം. ആത്മനിയന്ത്രണ ശക്തിയെ അത് പ്രബുദ്ധമാക്കാനും ആത്മത്യാഗാഭിരുചിയെ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. സാധനാനിഷ്ഠരാകുമ്പോൾ ആധ്യാത്മികതയിൽ നിങ്ങൾ ഉയരും. 24 മണിക്കൂറും ധ്യാനനിമഗ്നരായി വർത്തിക്കാൻ സാധ്യമല്ല. പടിപടിയായി അനുക്രമം പുരോഗതി പ്രാപിക്കണം. സാത്വിക ഗുണങ്ങൾ വികസിക്കാതെ മനസ്സിന് ധ്യാനമഗ്നമാകാൻ കഴിയുകയില്ല. സ്വന്തം ആത്മാവിൽ സുപ്രതിഷ്ഠനായി നിസ്സംഗതയോടെ കർമ്മം ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും ഞാൻ എന്നൊരു വിചാരമുണ്ട്. അത് മനസ്സിൻ്റെ ഒരു വൃത്തിയാണ്. ഓരോരുത്തരിലും ഇത് വ്യക്തിബോധത്തെ ഉണ്ടാക്കുന്ന ആശയമാണ്. ഇത് അഹന്തയാണ്. ഈശ്വരനിൽ നിന്നും വിഭിന്നനാണ് നിങ്ങളെന്ന ബോധത്തെ ഇത് ജനിപ്പിക്കുന്നു. ഏറ്റവും സങ്കുചിതമായ ഞാൻ എന്ന ഈ വിചാരം തിരോഭവിക്കണം. ഞാൻ എന്ന ശബ്ദത്തിൻ്റെ ശരിയായ ലക്ഷ്യം പരമാത്മാവാണ്. ഞാൻ എന്ന ഈ ബോധം
പരമാത്മാവിൽ വിലയിക്കണം. അപ്പോൾ നിങ്ങൾ ഈശ്വരൻ്റെ തൃക്കരങ്ങളിൽ ഒരു ഉപകരണമായി ഭവിക്കും. ഇതാണ് അഹന്തയറ്റ അവസ്ഥ. ഈ അവസ്ഥ കർമ്മമേഖലയ്ക്ക് ഉപരിയാണ്. ഈ അവസ്ഥ സ്വയം അനുഭവിച്ചറിയണം. ഈ സ്ഥിതി അനുഭവമാകുന്നതുവരെ നിങ്ങൾ വിവേകം കൊണ്ട് സങ്കുചിതമായ ഞാൻ എന്ന ഈ ഭാവത്തെ തിരസ്കരിച്ച് പ്രജ്ഞയെ ഈശ്വരചിന്തയിൽ നിരന്തരം നിലനിർത്തണം. ഞാൻ എന്നതിൻ്റെ ലക്ഷ്യമായ അർത്ഥത്തെ എപ്പോഴും ഓർമ്മിക്കുകയും വേണം. നിങ്ങൾ ആത്മനിഷ്ഠയിൽ നിന്ന് വ്യതിചലിച്ചാൽ മാനസിക പ്രപഞ്ചത്തിൽ കുടുങ്ങിപ്പോകും. ഇത് ബന്ധനമാണ്. സാധനാകാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ തുടർന്നു. സ്വന്തം കർത്തവ്യങ്ങളിൽ നിരന്തരം വ്യാപരിച്ചിരുന്നപ്പോഴും അമ്മയ്ക്ക് ആത്മനിഷ്ഠ സഹജമായിരുന്നു. ആത്മബോധത്തിൽ അത്രമാത്രം ആപജ്ഞയായിരുന്നതുകൊണ്ട് കണ്ണുകൾ തുറന്നിരുന്നാലും പ്രപഞ്ചം വീക്ഷണ വിഷയമായിരുന്നില്ല. ബുദ്ധിയുടെ ഈ അവസ്ഥയെ ഒന്ന് വിശകലനം ചെയ്യുവിൻ. ഈ ബുദ്ധിയെ തന്നെയാണ് ആത്മീയ ലഹരിയുടെ സമുന്നത പദവിയിൽ നിന്ന് കർത്തവ്യ മണ്ഡലത്തിലെ വ്യാപാരങ്ങളിലേക്ക് വലിച്ചെറുക്കേണ്ടി വരുന്നത്. ആരാധനയ്ക്ക് വിഭിന്നങ്ങളായ ആദർശങ്ങളും വൈവിധ്യമാർന്ന വേദികളുമുണ്ട്. പതിഭക്തി, മാതൃഭക്തി, പിതൃഭക്തി, ഗുരുഭക്തി, ദേശഭക്തി, ഇഷ്ടദേവതാഭക്തി തുടങ്ങിയവയാണ് ഈ ആരാധ്യവേദികളും ആദർശങ്ങളും. അമ്മയുടെ ആദർശം പതിഭക്തിയായിരുന്നു. പതിഭക്തിയുടെ ധർമ്മവേദിയിലേക്കുള്ള ആത്മസമർപ്പണം. അമ്മയ്ക്ക് ഭർത്താവും ഈശ്വരനും രണ്ടായിരുന്നില്ല. കർത്തവ്യാനുഷ്ഠാനങ്ങളിൽ ധർമ്മവൈരുദ്ധ്യം ഉണ്ടായിരുന്നില്ല. അഭിപ്രായങ്ങളിൽ ഭിന്നതയില്ലായിരുന്നു. നിഷ്കളങ്ക പ്രേമത്തിൻ്റെ ആന്തരികമായ സംഘട്ടനമില്ലായിരുന്നു. ഭക്തിയിലും വിഭിന്നത ഉണ്ടായിരുന്നില്ല. അതിരൂക്ഷമായ പരീക്ഷണങ്ങളിൽ പോലും മനസ്സ് പ്രശാന്തമായി വർത്തിച്ചു. സഗുണബ്രഹ്മമെന്നാൽ ഈശ്വരൻ ആകാരമാർന്ന് അവതരിക്കുക എന്നതാണ് അർത്ഥം. ഈശ്വരൻ രൂപം സ്വീകരിച്ച് ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഏവർക്കും നയനഗോചരമാകും. എന്നാൽ ചുരുക്കം പേർ മാത്രമേ അവിടുത്തെ തിരിച്ചറിയുന്നുള്ളൂ. ചിലപ്പോൾ ഭക്തൻ്റെ പോലും ദൃഷ്ടിയെ മായയുടെ ആവരണം മൂടിക്കളയുന്നു. പിന്നീട് ഈ വസ്തുത മനസ്സിലാകുമ്പോൾ ആഴമേറിയ പശ്ചാത്താപം അവനെ ഗ്രസിക്കുന്നു. ഭഗവാൻ വിഠോബയ്ക്ക് ധൃത്യനെന്ന നിലയിൽ ഭക്തനായ ഏകനാഥനോടൊപ്പം 12 കൊല്ലം താമസിച്ചു. എന്നിട്ടും ഏകനാഥന് ഭഗവാനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഏകനാഥന് ഒടുവിൽ ഈ വിവരം മനസ്സിലാകുമ്പോൾ അദ്ദേഹം പശ്ചാത്താപവിവശനായി വിലപിച്ചു. ഈശ്വരനെ തിരിച്ചറിയുന്നതിന് ഈശ്വരൻ തന്നെ ശക്തി നൽകണം. വീണ്ടും ആത്മനിയന്ത്രണം എന്ന വിഷയത്തിലേക്ക് മടങ്ങിവന്ന അമ്മ ഇങ്ങനെ തുടർന്നു. ഈശ്വരൻ വിരാജിച്ചരുളുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ആ സാന്നിധ്യം നിങ്ങൾ അറിയണം. ആത്മാവിൽ സകല ശക്തികളുമുണ്ട്. പക്ഷേ അവയെ ഉദ്ദീപിപ്പിക്കണം. മനസ്സിന് ബഹിർമുഖതയും സുഖഭോഗശക്തിയും ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സാൻമാർഗിക ശക്തിയോ ആത്മപ്രഭാവമോ പ്രകടമാകാൻ സാധ്യമല്ല. അന്യൻ്റെ പറമ്പിൽ രഹസ്യമായി കടന്നു ചെല്ലുന്ന പശുവിന് പൊതിരെ തല്ലുകിട്ടും. അതിൻ്റെ രക്ഷയെന്നതിനെ കരുതി അതിനെ ഒരു കുറ്റിക്കാട്ടിൽ തളച്ച് പരിമിതമായ വിഹാര സ്വാതന്ത്ര്യം മാത്രമേ അനുവദിക്കാവൂ. നിങ്ങളുടെ മനസ്സിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വിഷയങ്ങളാകുന്ന മേച്ചിൽ പറമ്പുകളിലേക്ക് യഥേഷ്ടം കയറിച്ചെല്ലും. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് പ്രഹരങ്ങളേൽക്കും. മനസ്സിനെ ഈശ്വരൻ്റെ നാമരൂപങ്ങളിൽ തളച്ചിടുക. ചിന്നിച്ചിതറി കിടക്കുന്ന മനോരശ്മികളെ സമാഹരിച്ച് ഒരു കേന്ദ്രത്തിൽ ധ്രുവമധ്യത്തിൽ ഏകാഗ്രമാക്കുക. അങ്ങനെ നിങ്ങൾക്ക്
ഏകാഗ്രത വർദ്ധിക്കാൻ കഴിയും. ഏകാഗ്രമായ മനസ്സാണ് ശക്തിയാർജിക്കുന്നത്. ശക്തിയാർജിച്ച മനസ്സിന് മാത്രമേ ലൗകികമോ ആധ്യാത്മികമോ ധ്യാനപരമോ ആയ ഏത് വ്യാപാരങ്ങളിലും വിജയം വരിക്കാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ ധ്യാനത്തിൻ്റെ പരമോത്കൃഷ്ടമായ ആനന്ദം ആസ്വദിച്ചാൽ, ഈശ്വരാരാധനയുടെ ആനന്ദം നുകർന്നാൽ, പിന്നെ ആ മനസ്സൊരിക്കലും വിഷയങ്ങളിൽ കുടുങ്ങുകയില്ല, ഇന്ദ്രിയ സുഖങ്ങളിൽ ആമഗ്നമാകുകയില്ല. ഉള്ളിലെ സത്താമത്തിലേക്ക് ആന്തരിക സരണി ഒരിക്കൽ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞു എന്ന് വരട്ടെ, പിന്നെ നിങ്ങൾ മായയുടെ കൊടുംകാട്ടിൽപ്പെട്ട് നട്ടം തിരിയുകയില്ല. അതുകൊണ്ടാണ് അമ്മ കുട്ടികളോട് ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത്: മുടങ്ങാതെ ധ്യാനിക്കുവിൻ, ഭക്തിയെ വളർത്തുവിൻ, അന്തര്യാമിയായ ഈശ്വരനെ തേടുവിൻ, മനസ്സിനെ നിയന്ത്രിക്കുവിൻ, ചിന്തയിലും ആചരണത്തിലും ശിക്ഷണം പാലിക്കുവിൻ. കരകവിഞ്ഞൊഴുകുന്ന പ്രേമത്തോടും സീമയറ്റ കാരുണ്യത്തോടും സദസ്സിനെ ഒന്നടങ്കം അമ്മ അവലോകനം ചെയ്തു. ആ നയനങ്ങളിൽ നിന്ന് ശാന്തിദായകമായ ദിവ്യാമൃതം വർഷിച്ചു. അവയിൽ പ്രേമസാന്ദ്രത പ്രതിഭാസിച്ചു. അമ്മയുടെ ഭാവം അപ്രമേയമാം വിധം കാരുണ്യാർദ്രമായി പരിണമിച്ചു. അനുപമമായ മാതൃപ്രേമം അമ്മയിൽ പൊട്ടിവിടരുന്നതുപോലെ തോന്നി. ഏതാനും ബാഷ്പബിന്ദുക്കൾ കൺകോണിൽ ഉരുണ്ടുകൂടുന്നത് കാണാമായിരുന്നു. ഹൃദയസ്പർശമാം വിധം പ്രേമമായി ആയ അമ്മ തുടർന്ന് സംസാരിച്ചു. പ്രേമം അമ്മയ്ക്ക് ഒരു രൂപം നൽകി നിങ്ങളുടെ മധ്യത്തിലേക്ക് ആനയിച്ചിരിക്കുകയാണ്. ഈ ശരീരം നിങ്ങൾക്ക് വേണ്ടി സ്വീകരിച്ചതാണ്. ഈശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഈശ്വരൻ്റെ ഭാഷ മൗനമാണ്. ലൗകികമായ ചിന്തകളിൽ നിങ്ങളുടെ മനസ്സ് വ്യാപൃതരായിരിക്കുന്നതിനാൽ ഉള്ളിൽ നിന്നുയരുന്ന ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അതുകാരണം അമ്മയ്ക്ക് ഒരു രൂപം സ്വീകരിച്ച് അതുവഴി നിങ്ങളോട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ആന്തരികമായും ബാഹ്യമായും നിങ്ങളെ നയിക്കേണ്ടിയിരിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ അടിവച്ച് പിച്ച വയ്ക്കുന്നത് ശ്രദ്ധിക്കുന്ന അമ്മയെപ്പോലെ നിങ്ങളുടെ ചലനങ്ങൾ നിരന്തരം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അമ്മയെ, അമ്മയുടെ വാക്കുകളെ, അമ്മയുടെ ശ്രദ്ധാനിരതമായ സാന്നിധ്യത്തെ സദാപി സ്മരിക്കുക. ഭക്തിപൂർണമായ ഈ സ്മരണയാണ് നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും ശാന്തിയും ദിവ്യമായ സമാധാനവും തന്ന് അന്ത്യത്തിൽ സംസാരത്തിൽ നിന്നുള്ള മോചനം പ്രദാനം ചെയ്യുന്നത്. അമ്മ വീണ്ടും മൗനത്തിലേക്ക് പിൻവാങ്ങി. അമ്മയുടെ ആകാരം സ്നിഗ്ധമായ പ്രേമത്തിൻ്റെ പ്രതിബിംബം പോലെ വിരാജിച്ചു. തങ്ങളുടെ ഇഷ്ടദേവതയെ സദസ്യർ ഇമവെട്ടാതെ അങ്ങനെ നോക്കിയിരുന്നു. അമ്മയുടെ വാക്കുകൾ തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. എത്ര ദൃഢപ്രതിജ്ഞാപൂർവമായ അഭയവചനം! ദുരിതബദ്ധരായ ജീവന്മാർക്ക് ലഭിച്ച എത്ര മഹത്തായ സന്ദേശം! ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. അമ്മയെ നേരിൽ കാണാനും അമ്മയുടെ അനുഗ്രഹം നേടാനും അമ്മയുടെ ഈ അമൃതവാണികൾ കേൾക്കാനും ഭാഗ്യം സിദ്ധിച്ച അമ്മയുടെ ഓരോ ശിഷ്യരുടെയും കടമയാണ് അമ്മയുടെ ഈ അമൃതവചനങ്ങൾ കേൾക്കാൻ അവസരം കിട്ടാത്ത അമ്മയുടെ മറ്റു കുട്ടികൾക്കും കേൾക്കാൻ ഒരു അവസരം ഒരുക്കുക എന്നുള്ളത്. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥനകളോടെ ജയ് മാതാ.